ഹായ് ഹലോ നമസ്കാരം, ഞാൻ ജിജോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഹോം ടൂർ ആണ്. നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, നമ്മള് പേഴ്സണൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. എവിടെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ റെന്റഡ് ഫ്ലാറ്റ് ആണോ വീടാണോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും സജഷൻ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മളിത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫ്ലാറ്റോട്ട് മാറിയിട്ട് നമ്മളൊരു 3-4-5 മാസമായില്ലേ, 5 മാസമാവണം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഫ്ലാറ്റ് കണ്ടിട്ട് വരാം. ഞങ്ങളുടെ ഫ്ലാറ്റ് ഇപ്പൊ ഞങ്ങളുടെ ലൊക്കേഷൻ പറയുന്നത് കറക്റ്റ് മാരിബോൺ, സെൻട്രൽ ലണ്ടനിലെ മാരിബോൺ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന മാരിബോൺ ഏരിയ. മാരിബോൺ ഏരിയയിൽ ഡാവൻട്രി സ്ട്രീറ്റ്, അതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റിൻ്റെ പേര്. ഇവിടുന്ന് ശരിക്കും മെയിൻ റോഡിലായിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് പോകാനായിട്ട് നമ്മൾ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഞാൻ ഡോറ് തുറന്ന് മുകളിലേക്ക് കയറാൻ കേട്ടോ. 2nd ഫ്ലോറിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇവളെന്താ തുറക്കാത്ത? ഡോറ് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ 2 ഫോട്ടോ ഫ്രെയിംസ് കാണാട്ടാ. നമ്മള് മെയിൻ ഡോർ കടന്ന് നേരെ വന്നത് ഒരു ചെറിയൊരു പാസേജിലേക്കാണ്. ചെറിയൊരു പാസേജ് കേട്ടോ. ഈ പാസേജ് കഴിഞ്ഞ് നമുക്കൊരു ഡോർ ഉണ്ട് അവിടെ. അത് ഓപ്പൺ ചെയ്ത് നേരെ കാണുന്നത് കിച്ചണാണ്. പാസേജ് നേരെ കയറി പോയത് കിച്ചണിലേക്ക്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കിച്ചൺ കണ്ടിട്ട് ബെഡ്റൂമിലേക്ക് പോവാം. കിച്ചണിൽ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാറുള്ളത്. പിന്നെ കിച്ചണിൽ കാണിക്കാനാണെങ്കിൽ ഇവിടെ കെറ്റില് ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്രോവേവ് ടോസ്റ്റർ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ താഴെയായിട്ട് റോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കണേ, ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ. നമ്മുടെ കിച്ചൺ സിങ്ങിന്റെ താഴെ തന്നെയാണ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വാഷിംഗ് മെഷീൻ ഇതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മള് കത്തി, നൈഫ്, സ്പൂണൊക്കെ ഇട്ട് വെക്കാനും പിന്നെ ഇവിടെ നമ്മുടെ സ്വീറ്റ്സ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുണ്ട് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കലവറ ഏട്ടന്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ. നമ്മുടെ കിച്ചൺ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ എൻട്രൻസിന് നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ബെഡ്റൂം ഡബിൾ ബെഡ്റൂമാണ് നമ്മുടെ ഫ്ലാറ്റിൽ നമുക്കുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഡബിൾ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത്ര വലിയ വലിപ്പത്തിലുള്ള ബെഡ്റൂമൊന്നുമല്ല. പക്ഷേ മെയിൻലി സെൻട്രൽ ലണ്ടനിലൊക്കെ നമുക്കൊരു മീഡിയം റേഞ്ചിലുള്ള ബെഡ്റൂമൊക്കെയാണ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ താഴെ നിന്ന് കയറി വന്ന ആ സ്ട്രീറ്റില്ല, ഡാവൻട്രി സ്ട്രീറ്റ്, ആ സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല രസമാണ് ശരിക്കും. നമുക്ക് ഓപ്പൺ വിൻഡോ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വിൻഡോ തുറന്നിരുന്നു കഴിഞ്ഞാൽ ഈ വ്യൂസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കിച്ചൺ കഴിഞ്ഞ് നമ്മൾ നേരെ കിടക്കുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലേക്കാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണിത്. നമ്മൾ കൂടുതൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്. ഇതിന് പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നുമില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ നമ്മുടെ കിച്ചണും ലിവിംഗ് റൂമും തമ്മിൽ ഒരു പാർട്ടീഷൻ ഒന്നുമില്ല. ഓപ്പൺ കിച്ചൺ ആണിത്. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് നമ്മുടെ ഫിലിമൊക്കെ കാണാറ്. നമ്മൾ ഫ്രൈഡേസ് ഈവനിങ്ങും സാറ്റർഡേയും സൺഡേ ഒക്കെ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്.
കുറച്ച് കാര്യങ്ങൾ വിളക്കൊക്കെ കത്തിക്കുന്നത് ഇതിന്റെ മേലെയായിട്ടാണ്. നമുക്ക് വേറെ സ്പേസ് ഇല്ല വെക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെയാണ് ഫ്രിഡ്ജ്. ഇത് നമ്മുടെ കുഞ്ഞി ഡൈനിങ് ടേബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇത് ഡ്രയർ ആണ് കേട്ടോ. നമ്മള് വാഷിംഗ് മെഷീനിൽ ഓൾറെഡി ഡ്രൈ ചെയ്ത് കിട്ടും ചെറിയ തോതിൽ. പക്ഷെ ഇവിടെ പൊതുവെ വിന്ററിലൊക്കെ നമുക്ക് തുണിയൊക്കെ കഴുകാൻ, തുണി ഉണങ്ങി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഈ ഡ്രയർ ഇവിടെ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇവിടെ വേറെ ബാൽക്കണിയോ നമുക്ക് ഉണക്കാനിടാനായിട്ടുള്ള സ്പേസ് ഒക്കെ കുറവായതുകൊണ്ട്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. എന്ത് പ്ലാന്റ് ആണ്? പ്ലാന്റ് പേരൊന്നും അറിയില്ല. ഞങ്ങൾ മേടിച്ചതല്ല, ഇതിവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്. ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി മാത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റില്ലേ പഴയ കാലത്തെ ക്ലോക്ക്? പക്ഷെ ഇത് ഓടൂല. എന്റെ അച്ഛന്റെ വീട്ടില് ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഓടത്തെ ക്ലോക്കാ? ഇല്ല, അത് ഓടുന്ന ക്ലോക്കായിരുന്നു. ഇതില് എനിക്ക് തോന്നുന്നു എന്തോ കീ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓടും തോന്നുന്നു. ബാറ്ററി ഉണ്ടാവില്ല. നമ്മള് 12 തന്നെയാണ് വന്നപ്പോഴും കാണുന്നത്. എന്നോട്ട് 12 ഇവിടുത്തെ ക്ലോക്കാണ്. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ക്ലോക്കിലും സമയം വന്നപ്പോ തൊട്ട് ഇത് തന്നെയാണ്. 12 എന്തെങ്കിലും വ്യത്യാസം എനിക്കറിയില്ല. നമ്മുടെ ലിവിംഗ് റൂമിൽ തന്നെ പിന്നെ ഒരു വലിയൊരു മിറർ ഉണ്ട് കേട്ടോ. വലിയ മിററാണ്. ഞാൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഫുൾ ഷോ ഞാൻ ആദ്യം വന്ന് നോക്കും. നല്ല അടിപൊളിയാണ്. നല്ല എന്താ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന മിറർ കേട്ടോ. മിററിന്റെ ഫുള്ള് കാണിക്കട്ടെ. ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട്, അത് പ്രത്യേകിച്ച് ഒരു ഈവനിങ് നൈറ്റ് ടൈമൊക്കെ ആകുമ്പോൾ ആ ഒരു ഡിം ലൈറ്റ് മാത്രം ഇട്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതും TV ഒക്കെ കണ്ടിരിക്കാനായിട്ട് അടിപൊളിയാണ്. ഇപ്പം എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അതിൻ്റെ ഒരു എഫക്റ്റ്, പക്ഷെ അടിപൊളിയാണ്. കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് താഴെ കുറച്ച് ഏരിയ കാണാം. എന്നിട്ട് ഈ ലിവിംഗ് റൂമിൽ നിന്ന് ഇനി നേരെ പോകുന്നത് ടോയ്ലറ്റ് ബാത്റൂമിലേക്കാണ്. എന്താ പറയാ, ഈ കൊച്ചു ഫ്ലാറ്റ് അല്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളേതായ രീതിയിൽ വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. റെന്റഡ് ഫ്ലാറ്റ് ആണെങ്കിൽ കൂടിയായാലും നമ്മൾ സ്വന്തം ഫ്ലാറ്റ് പോലെയാണ് നോക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എന്താ പറയാ ഇഷ്ടമുള്ള കാര്യമാണ്, ഫ്ലാറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞങ്ങള് ഇങ്ങനെ ഒരു ചെറിയൊരു വീടാണ് ഞങ്ങളുടെ ഡ്രീം. ഞങ്ങൾക്ക് എന്താ പറയാ ഇങ്ങനെ ഒരു കൊച്ചു വീട്, ഒരു 1 ബെഡ്റൂം അല്ലെങ്കിൽ 2 ബെഡ്റൂം, കൂടുമ്പോ 2 ബെഡ്റൂം. അപ്പൊ ഒരു 2 ബെഡ്റൂം, ഒരു കുഞ്ഞ ഫ്ലാറ്റ്, അത് ഇതുപോലെ ചെറിയൊരു ബാൽക്കണി, അതാണ് ഞങ്ങളുടെ സ്വപ്നം ശരിക്കും. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് മേടിക്കണം, അതാണ് ഞങ്ങളുടെ അടുത്തൊരു ഡ്രീം. അതെ, നമ്മൾ മേടിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയും ബൈ.